ഹലോ എവരിവൺ. അപ്പോൾ നമുക്കറിയാം കീം എക്സാം വരികയാണ് ഏപ്രിൽ മാസത്തിൽ. അപ്പം നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ബോർഡ് എക്സാമിൻ്റെ ഒരു പീക്ക് ടൈം ആണല്ലേ. സോ ബോർഡ് എക്സാമിന് ശേഷം വളരെ കുറച്ച് ദിവസം മാത്രമാണ് കീം എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് എക്സാമിനും കീം എക്സാമിനും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അതായത് ഒരേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ബോർഡ് എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ് കീം എക്സാമും ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിനകത്ത് സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കീം എക്സാമിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കോർ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ബോർഡ് എക്സാമിനും കീമിനും ഒരേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് ബോർഡ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എൻട്രൻസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ, ഇഫ് M ആൻഡ് N ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3, ഇവിടെ 3/3 മെട്രിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് M നമുക്ക് 2 എന്ന് തന്നിട്ടുണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് N നമുക്ക് 3 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് 3 × M × N ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കൊടുക്കാം. ഡിറ്റ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 3 M N നമുക്ക് കൊടുക്കാം. റെഡിയാണല്ലോ. സോ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് M നമുക്ക് തന്നിട്ടുണ്ട് 2, ഡിറ്റർമിനന്റ് ഓഫ് N നമുക്ക് തന്നിട്ടുണ്ട് 3. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി എന്താ മക്കളെ, നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിന്റ് പ്രകാരം ഡിറ്റർമിനന്റ് ഓഫ് KA ഈക്വൽ ടു K⁻N ഇൻറ്റു ഡിറ്റർമിനന്റ് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഇവിടെ N എന്ന് പറഞ്ഞാൽ എത്രയാ, ഓർഡർ ഓഫ് ദി മെട്രിക്സ് 3 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കണം, സെയിം പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. 3MN. സോ കോൺസ്റ്റന്റ് ആയ 3നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ 3 ഇവിടെ 3 വരും. ദെൻ ഡിറ്റർമിനന്റ് MN എന്ന് വരും. ഇനി ഡിറ്റർമിനന്റ് AB പ്രോപ്പർട്ടി എന്താ, ഡിറ്റർമിനന്റ് A ഇൻറ്റു ഡിറ്റർമിനന്റ് B എന്നാണ്. അതുപോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് M ഇൻറ്റു ഡിറ്റർമിനന്റ് N എന്ന് എഴുതാം. 3³ 27 ആണ്. ഡിറ്റർമിനന്റ് M വാല്യൂ നമുക്ക് 2 തന്നിട്ടുണ്ട്, ഡിറ്റർമിനന്റ് N വാല്യൂ നമുക്ക് 3 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര കിട്ടും, 162 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ C ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ ഇതേപോലുള്ള ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ കീമിനും ചോദിക്കുന്നതാണ്. സോ ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കീം എക്സാമിന് ഇനഫ് ആണ്. സോ ഇപ്പം നമ്മുടെ കീമിന്റെ എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രിപ്പറേഷൻ ഇതിനോടൊപ്പം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ കീം എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ ആ ബാച്ചിലെല്ലാം ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കീം എക്സാം നമുക്ക് അടിപൊളി റാങ്കോടുകൂടി ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.